ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോണ് വണ്ടി, മാസ്റ്റർ എഡ്ജ്. നിലവിൽ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് പറഞ്ഞത് ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ സെൽഫ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി ചെക്കപ്പ് ഉണ്ട്, ഹോൺ ചെക്കപ്പ്, ബ്രേക്ക് ചെക്ക് ചെയ്യണം, ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സീറ്റിൻ്റെ ലൈറ്റ് ഇടയ്ക്ക് തെളിഞ്ഞ് നിൽക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് നിലവിൽ കോമൺ ആയിട്ട് മോഡൽ വണ്ടിക്ക് ഉള്ള പ്രശ്നമാണ്. അത് തൽക്കാലം വിടിയിച്ചിട്ടായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ സെൽഫ് എടുക്കാനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഹോണിൻ്റെ ആ സ്വിച്ചിൻ്റെ പാനലടക്കം കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ സ്വിച്ചും ആ പാനലും കൂടി മാറ്റിയാലേ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്കിലത്തെ വീല് തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗങ്ങൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്കിലത്തെ ടയറിൽ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്, ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ഗിയർ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കേട്ടോ. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ എയർ ഫിൽറ്റർ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചതാണ്. തന്നെയല്ല നമുക്കതിൻ്റെ CVT ക്ലച്ചാണ്. മാനുവലായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. ഓരോ പാർട്സുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. നിലവിൽ ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണം, പുതിയ ബെൽറ്റാണ്, വല്ല പഴക്കമായിട്ടില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡിയുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അത് പ്ലേ കാണിച്ചിട്ട് ഇവിടെ അതും വെച്ചൊന്ന് അടിച്ചടിച്ചൊരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടാറായ ഒരു അവസ്ഥയിലാണ്, അതൊന്ന് മാറ്റി കളഞ്ഞേക്കാം. അതല്ലെങ്കിൽ അത് കിടന്ന് അടിച്ചിട്ട് ഈ കവർ പൊട്ടിപ്പോകും. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കവർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റും ആ ബോൾട്ടിൻ്റെ ഉള്ളിൽ 2 റബ്ബറും, മൗണ്ട് റബ്ബർ എന്ന് പറയും, അതും കൂടി മാറ്റി നമുക്ക് റീസെറ്റ് ആക്കണം. പിന്നെ വാട്ടർ സർവീസ് നോക്കിയിട്ട് കഴുകണമെന്ന് ദിവസം പറഞ്ഞു, അതിൻ്റെ ഉള്ളിലത്തെ ചെളിയുടെ അവസ്ഥ നോക്കിയിട്ട്. ഇതിപ്പോൾ നല്ലോണം ചെളി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ബോഡി കയറിനേക്കാളും ഇതേ രീതിയിൽ തന്നെ ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എവിടെയെങ്കിലുമൊക്കെ ചെളി, തുരുമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. തന്നെയല്ല നമുക്ക് ഈ മൺകാട് ഈ ബാക്ക് സൈഡിലൊക്കെ അത്യാവശ്യം ചെളി വന്ന് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടത്തിൽ ക്ലിയറായി പോയിക്കോളും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കാം. നമ്മൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞാൽ അതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. വീൽ ബെയറിംഗ് നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ തേയ്മാനം നോർമൽ അല്ല, അത് ഇങ്ങനെ കയറി ഇറങ്ങിയ രീതിയിലുള്ള വ്യത്യാസം വന്നേക്കണേ. അത് കോമൺ ആയിട്ട് TVSൻ്റെ ടയറുകൾക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. എല്ലാ ടയറിനും ഇല്ല, ചില കേസിലേലും കാണിക്കാറുണ്ട്. നമ്മളപ്പോൾ അത് കണ്ടതുകൊണ്ട് തന്നെ ഫോർക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വല്ല ആക്ഷൻ കുറവോ ലീക്കേജോ കാര്യങ്ങളോ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ലീക്കൊന്നും കാണില്ല, ആക്ഷനും വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ ടയർ ഒന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ചെറിയ, നമ്മളിപ്പോൾ തള്ളണ സമയത്ത് നമുക്ക് ഹാൻഡിൽ അങ്ങനെ ചെറിയ ചാട്ടം പോലൊക്കെ അനുഭവപ്പെടും. ഓടിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു തെരിപ്പായിരിക്കും. ആ പ്രത്യക്ഷത്തിൽ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. ഓൾറെഡി ടയറിൻ്റെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തേയ്മാനം നോർമലല്ല, അബ്നോർമലായിട്ടുള്ളൊരു തേയ്മാനമാണ് കാണിച്ചാണ്. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തു. 2023 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. 2023 ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 13 വോൾട്ട് കാണിക്കേണ്ടത് ഇതിനകത്ത്. വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഡിലേക്ക് ടെസ്റ്റ് ചെയ്യണം. അതായത് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ബാറ്ററിക്ക് എത്ര ലോഡ് ഉണ്ടെന്നുള്ള ദിവസം നമുക്ക് നോക്കണം. അതായത് ഒരു 9 വോൾട്ടിൽ താഴേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ബാറ്ററി സെൽഫ് എടുക്കാൻ പ്രശ്നം കാണിക്കും. അപ്പോൾ നമ്മളിത് ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 6.70 വന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ആ സെൽഫ് എടുക്കാൻ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. നമ്മളിപ്പോൾ ചാർജ് ചെയ്തിട്ടാലും ഈ പറഞ്ഞ രീതിയിൽ കൂടെ കുറച്ച് ദിവസത്തേക്ക് നിൽക്കും, അതേമേ കംപ്ലയിൻറ്റ് കാണിക്കും. ചിലപ്പോൾ അന്ന് തന്നെ കാണിച്ചൊന്നും വരും കേട്ടോ. അപ്പോൾ അത് ചാർജിങ് ഇതിനത്ര ക്ലിയർ അല്ല, കാരണം വണ്ടിമേന്ന് കയറുന്ന ചാർജൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ബാറ്ററി മാറ്റിക്കളയിലാണ് നടക്കുള്ളൂ. പിന്നെ ഹോണിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ടാവും. ഹോണിൻ്റെ ഈ പാനൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയേക്കാണ്. ഈ പാനലിൽ വേണം സ്വിച്ച് പിടിപ്പിക്കുക, അതേപോലെ സ്വിച്ച് പിടിപ്പിച്ചു തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്ക്രൂ ചെയ്യേണ്ട ഭാഗത്ത് നിന്ന് പൊട്ടിപ്പോയേക്കാണ്. അതൊരു പരിധി കൂടുതൽ ലോഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ അത് വെറുതെ ഫൈബറിൻ്റെ ഒരു കവറുമേ വെറുതെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്വിച്ച് നോക്കാം, നമുക്ക് ആവശ്യമെങ്കിൽ സ്വിച്ചും മാറണം, അല്ലെങ്കിൽ ആ പാനലും നമുക്ക് മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റായാലും അത്യാവശ്യം നല്ലതാണ്, അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതിനകത്ത് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ അത് അഴിച്ച് കഴുകുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇടണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ കേട്ടോ. നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.